Hello guys, welcome back to my channel. Smej എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ ടോപ്പിക് വെച്ചാൽ തമിഴിലെ ടോപ്പിക്കാണ് ഗൈസ്. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഉപകാരപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മുടെ വീഡിയോ ടോപ്പിക് വെച്ചാൽ ഒരു ആപ്ലിക്കേഷനാണ്. ഇങ്ങനെ ആപ്ലിക്കേഷൻ കേൾക്കുമ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബാക്ക് അടിച്ച് പോകേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് നല്ലോണം യൂസ്ഫുൾ ആകുന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാരണം വെച്ചാൽ ഇത് അത്രയും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വെച്ചാൽ മിന്ത്രിമ എന്നാണ്. അപ്പോൾ ഈ മിന്ത്രിമ എന്ന് വെച്ചാൽ ഒരു പ്രഡിക്ഷൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് പ്രൊഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വെച്ചാൽ നമ്മൾ ഈ മിന്ത്രിമ ആപ്ലിക്കേഷനെ കുറിച്ച് മൊത്തം ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അപ്പം ഇതിലെങ്ങനെയാണ് വിഡ്രോ ചെയ്യുക, എങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, എങ്ങനെയാണ് പ്രൊഡിക്ഷൻ ചെയ്യുക, എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുക, അതൊക്കെ മൊത്തം നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ ഇതിൽ ആപ്ലിക്കേഷൻ്റെ ഒരു മെയിൻ ഫീച്ചർ വെച്ചാൽ നമുക്ക് റെഫർ ചെയ്തും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും കേസ്. ഓക്കെ കേസ്, പ്രൊഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയൊരു പ്രൊഡിക്ഷൻ കാര്യമൊക്കെ ആണെന്ന് കേസ് അതൊന്നല്ല. സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രൊഡിക്ഷൻ ആപ്ലിക്കേഷൻ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനൊക്കെ ഉള്ളിലേക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും ഫസ്റ്റ് എത്തുക. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് കിട്ടൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അടിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇവിടെ OTP എന്നുള്ളൊരു ഇത് കണ്ടോ, അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഏത് ഫോൺ നമ്പറാണോ കൊടുത്തത് ആ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ OTP വെക്കുക. OTP കൂടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അടിയിലായിട്ട് പാസ്വേഡ് ഉണ്ടാക്കുന്ന സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു മറന്നു പോകാതെ നല്ലൊരു പാസ്വേഡ് സെറ്റാക്കി വെക്കാം. അതിനുശേഷം രജിസ്റ്റർ ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്താണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ പോപ്പപ്പിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനായ ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ തുറന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ലോഗിൻ എന്ന് പറഞ്ഞ സെക്ഷനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരിക. അപ്പോൾ ആ ലോഗിനിലെടുത്ത് നമ്മൾ നേരത്തെ കൊടുത്ത ഫോൺ നമ്പറും ആ പാസ്വേഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്ക് എത്തുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നോട്ടീസ് എൻ്റെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വായിച്ച് നോക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ യൂസർ നെയിമും കാര്യമൊക്കെ വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പ്രൊഡിക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡിക്ഷൻ ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണ്. പിന്നെ ഇതൊക്കെയാണ് സെർച്ച് ഹോം ഉണ്ട്. അത് നിങ്ങൾ വലിയ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വിന്ന് നില്ലെടുത്താണ് മെയിനായിട്ടുള്ള സംഭവം നടക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ റെഫറൽ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ മൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓർഡർ, പ്രൊമോഷൻ, വാലറ്റ്, ബാങ്ക് കാർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ റെഫറൽ ചെയ്യാനാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ പ്രൊമോഷൻ നെല്ലെടുത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുക. കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഒരു റെഫറൽ നിങ്ങൾക്ക് 138 രൂപയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്ര ആളാണ് നിങ്ങളുടെ ഇവിടുന്ന് ടോട്ടൽ പീപ്പിൾ എന്നുള്ളത് എത്ര ആളാണ് നിങ്ങളുടെ ലിങ്ക് യൂസ് ചെയ്ത് ആപ്ലിക്കേഷനിൽ വന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ ലിങ്കും കാര്യം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്ത് അവിടെ നിന്നും നിങ്ങൾക്ക് റെഫറൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2 ഉണ്ട്. അപ്പോൾ ലെവൽ 1 ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 2ലേക്ക് കടക്കാവുന്നതാണ്. പിന്നെ ഇത് മെയിനായിട്ടുള്ള ഫീച്ചർ വെച്ചാൽ നിങ്ങളിപ്പം ഒരാളിലേക്ക് ആപ്ലിക്കേഷൻ റെഫറൽ ചെയ്ത് കൊടുത്തു വിചാരിച്ചോ, ലിങ്ക് ഷെയർ ആക്കി കൊടുത്തു വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ആ വ്യക്തി, നിങ്ങൾ ഷെയർ ആക്കിയ വ്യക്തി നമ്മുടെ മിന്ത്രിമാളിലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മണി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 30% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഇതിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റെഫറലിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് 138 രൂപ കിട്ടും. അപ്പോൾ ആ 138 രൂപ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ട് ഗെയിം കളിപ്പിക്കുമ്പം അവൻ്റെ എമൗണ്ട് വെച്ചാൽ ഒരു പേയ്മെൻറ്റ് അവന് കിട്ടുന്നതിൻ്റെ 30% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. സിമ്പിളായിട്ട് വെറുതെ ഇരുന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലെ വെബ്സൈറ്റിനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യാം. ഫീഡ്ബാക്കും കാര്യമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മണി ട്രാൻസ്ഫറും വാലറ്റിലേക്കൊക്കെ എങ്ങനെയാണ് കിട്ടുക, അപ്പം മണി ട്രാൻസ്ഫർ എത്രയാണ് മിനിമം ബാലൻസും കാര്യമൊക്കെ വരുന്നത് അതൊക്കെ നോക്കാം. പിന്നെ പറയാനുള്ളത് ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നത്, നല്ല രീതിയിൽ തന്നെ എമൗണ്ട് കാര്യം കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്.
ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ആപ്പിൽ ഗെയിം കളിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവിടെ അടിയിലായിട്ടുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ പ്രഡിക്ഷൻ നടക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ്റെ അവിടെ ആയിട്ടുള്ള ഐക്കൺ കാണാൻ പറ്റുന്ന വിന്നാണ്. അപ്പം അതിൽ പോകാതെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗെയിം കളിക്കണമെങ്കിൽ ഒരു 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ട് റീചാർജിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ 100 രൂപയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. ഏകദേശം 2.5-3 മിനിറ്റ് ആയിരിക്കും കൗണ്ട് ഡൗൺ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ നിന്നും അവസാനം 30 സെക്കൻഡിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അവസാനം 30 സെക്കൻഡ് ആവുന്നതിന് മുമ്പേ എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2:60 സംതിങ് മിനിറ്റ് നമുക്ക് കിട്ടും. അപ്പം അതിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മൾ എന്താണ് ഈ പ്രെഡിക്റ്റിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ കാണാൻ പറ്റും 3 കളറാണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ, വയലറ്റ്, റെഡ് ആണ്. അപ്പം നിങ്ങൾക്ക് അടിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും കാര്യം കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കളർ വേണം ചൂസ് ചെയ്യാൻ. ഞാനിപ്പോൾ റെഡ് കളർ ചൂസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് അതിൽ കൊടുക്കുകയാണ്. ഇതിൽ എമൗണ്ട് വെച്ചാൽ 10 മുതൽ 10,000 വരെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് അതിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനും പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് 10 രൂപ വെച്ചിട്ടാണ്. 10 രൂപ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ 19 രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്താണ് പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ അടുത്തതായി എന്ത് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് കളറായിരിക്കും അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് റെഡാണ്. അപ്പോൾ ഞാൻ റെഡിലൊരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അടുത്ത 2.5 മിനിറ്റിന് ശേഷം അവർ എന്താണോ പ്രഡിക്ഷനിൽ കളർ വന്നിരിക്കുന്നത് അപ്പോൾ അതേ കളറാണ് നമ്മൾ ആ കളിയിൽ വിജയിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും 19 രൂപ ലഭിക്കുന്നതായിരിക്കും. അതേ ടൈമിൽ ഞാൻ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നിന്നും 190 രൂപ ലഭിക്കുന്നതായിരിക്കും കേസ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ അങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബാക്കിയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഏതാ കളറാണോ അടുത്ത ഒരു 3 മിനിറ്റിന് ശേഷം വരുന്നത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം ഇപ്പോൾ റെഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു തവണ മാത്രമല്ല 3 തവണ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 രൂപ തന്നെ 3 തവണ പ്രെഡിക്റ്റ് ചെയ്ത് 30 രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം 30 രൂപ എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യമൊക്കെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിനെക്കാട്ടും നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റോളം ബാക്കിയുണ്ട്. അപ്പോൾ ഈ 1.5 മിനിറ്റോളം തന്നെ നിങ്ങൾ ഒന്ന് മാക്സിമം വേഗം തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. വോട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കളറിന് വോട്ട് ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ ആ 3 സെക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു കളറിൻ്റെ ഓപ്ഷൻ. ആ കളറിൻ്റെ ഓപ്ഷൻ എന്താ വെച്ചാൽ അപ്പോൾ അവിടെയാണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ബോണസ് കിട്ടാൻ പോകുന്ന സ്ഥലമാണത്. അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഒരു നമ്പറും കാണാൻ പറ്റുന്നുണ്ടാവും. 0 to 9 വരെ നമ്പർ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്നതിനിടയ്ക്ക് ആ നമ്പറും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 രൂപ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്പറും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൻ്റെ മേലുള്ള കളറും നമ്പറും ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഏർണിങ്സും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ എത്ര ശതമാനം കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ നമ്പറും കളറും പറഞ്ഞ് ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 80% നിങ്ങൾക്ക് അവിടെ നിന്നും പേയ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും കേസ്. ഓക്കെ, 80% നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യം നിങ്ങളുടെ ബാലൻസിലേക്ക് വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യില്ല എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്ന റീചാർജില്ലേ. അപ്പം ആ റീചാർജിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബാലൻസിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീചാർജിൻ്റെ ഓപ്ഷൻ വരുന്നത് 100, 300, 500, 1000 മുതൽ 50,000 രൂപ വരെ നമുക്ക് ഇവിടെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് 100 രൂപ വെച്ച് ട്രൈ ചെയ്യാൻ പറ്റും. ലോ ആയിട്ട് വരുന്നത് 100 ആണ്. അപ്പോൾ 100 ക്ലിക്ക് ചെയ്യുക, അതിന് റീചാർജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവും. നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ. അപ്പോൾ നിങ്ങൾ 3 അടിച്ച ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുക. അപ്പോൾ നിങ്ങളുടെ UPI ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ UPI ചിലത് അടിച്ചു കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുക. അപ്പോൾ നിങ്ങളുടെ UPI ആപ്ലിക്കേഷനിൽ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, പോയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയിൽ നിന്ന് 200 രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 100 രൂപ റീചാർജ് സക്സസ്ഫുള്ളായി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഏർണിങ്സ് വിഡ്രോ ചെയ്തെടുക്കാവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്ന മൈ എന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ അവിടെ വരിക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് കാർഡിൻ്റെ നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കൊടുക്കുക. IFSC കോഡും ബാങ്ക് നെയിം, UPI, അത് ഫോൺ നമ്പർ, ഇമെയിലും കാര്യമൊക്കെ ഇവിടെ കൊടുക്കുക, നെയിമും കാര്യമൊക്കെ. അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ
വിഡ്രോവൽ ക്യാഷ് 230 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വിഡ്രോവലിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. 20 മിനിറ്റ് ശേഷം നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കാട്ടും എനിക്ക് കുറച്ചും ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും സിമ്പിളായിട്ട് തന്നെ അവർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഡ്രോവൽ ആയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വിഡ്രോവൽ കൊടുക്കുക. അപ്പം ബാലൻസിൽ ഇപ്പോൾ 4500 രൂപ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വിഡ്രോ ചെയ്യുമ്പോൾ 1000 രൂപയാണ്. 1000 രൂപ വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം. അതിനുശേഷം സെലക്ട് ബാങ്ക് കാർഡ് കൊടുക്കുക. അപ്പം വിഡ്രോവൽ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി റീഫ്രഷ് ആക്കി നോക്കാം. കാണാൻ വേണ്ടവ ഇനി 3000 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഇവിടെ 1000 രൂപ വിഡ്രോ ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ചെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരിക. ബൈ ബൈ.